റയൽ മാഡ്രിഡിന് ഇപ്രാവശ്യം കപ്പില്ല. കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരും ബാഴ്സലോണ ആയിരുന്നു. ഇപ്രാവശ്യം ബാഴ്സലോണ കപ്പെടുത്തു. ഹാൻസി ഫ്ലിക്ക് എന്തായാലും ആ ടീമിൽ നടത്തുന്ന മുന്നേറ്റം വളരെ വലുതാണ്. പക്ഷേ റയൽ മാഡ്രിഡ് സൈഡ് നോക്കുമ്പോൾ വളരെ മോശം റെക്കോർഡാണ് അവർക്കുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമീപകാലത്ത് വളരെ മോശം റെക്കോർഡുകളാണ്. ചാമ്പ്യൻസ് ലീഗ് ഇപ്പോൾ കഴിഞ്ഞ സീസൺ ചാമ്പ്യൻസ് ലീഗ് ഇല്ല, ഈ സീസൺ ചാമ്പ്യൻസ് ലീഗ് ഇല്ല, കപ്പില്ല. കഴിഞ്ഞ പ്രാവശ്യം ലാലിഗ ഇല്ല, കപ്പില്ല. ഇപ്രാവശ്യം കപ്പില്ല. പെരസ് എന്തായാലും എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല. എന്തായാലും ഉടച്ചു വാർത്തേ പറ്റൂ. ഇല്ലെങ്കിൽ ഇനി റയൽ മാഡ്രിഡിൻ്റെ കാര്യം കഷ്ടമാണ്. ഇപ്പോൾ തുടർച്ചയായ 2ാം സീസണും ബാഴ്സലോണ കപ്പെടുത്തു. തുടർച്ചയായ 2ാം സീസണും റയൽ മാഡ്രിഡിൻ്റെ ചാമ്പ്യൻസ് ലീഗും ഇല്ല, ലാലിഗ ഇല്ലാത്ത അവസ്ഥയാണ്. എന്തായാലും നമ്മുടെ റയൽ മാഡ്രിഡിലെ കളിക്കാരുടെ ഇടയിലുള്ള പടലപ്പിണക്കങ്ങളും അടിയും പിടിയും ഹോസ്പിറ്റൽ കേസൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതും ക്ലബിന് റയൽ മാഡ്രിഡിന് ക്ഷീണമാണ്. ഇതും റയൽ മാഡ്രിഡിന് വളരെ ക്ഷീണം തന്നെയാണ്. എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്തേ പറ്റൂ. അതിനിടയ്ക്ക്